Hello, welcome to Movie World Media and welcome to my show, The Shakila Show. In we are meeting none other than Jassy, the controversy queen. അങ്ങനല്ലേ നിന്നെ പറയണം കോൺട്രവേഴ്സി ക്വീൻ ആണോ? അല്ല ഞാൻ എനിക്ക് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. കോൺട്രവേഴ്സി തനിയെ വന്നു പോകുന്നതാണ്. വന്നു പോകുന്നു അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം അമ്മ. നമസ്കാരം ഡാർലിംഗ്. ഇത് ഈ കോൺട്രവേഴ്സി എന്തിന് ഫേമസ് ആവാണ്? എനിക്ക് ഓൾറെഡി പേഴ്സണലി ഇഷ്ടം എൻ്റെ സന്തോഷങ്ങളാണ് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കാണിക്കുന്നത്. ലൈക്ക് റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും കുക്കിംഗ് വീഡിയോസും റീൽസും അതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ റിലേഷൻ, എൻ്റെ ജെൻഡർഡ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് അബദ്ധങ്ങൾ അത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകാനുള്ള കാര്യമാണ് ഈ പറയുന്നത്. ചിലതൊക്കെ എൻ്റെ മണ്ടത്തരങ്ങളോട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് വന്നു പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകണം അല്ലെങ്കിൽ ആൾക്കാർ നെഗറ്റീവിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. എനിക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പോകാനാണ് ഇഷ്ടം. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് തനിയെ അങ്ങ് കോൺട്രവേഴ്സിയിലേക്ക് പോകും. പിന്നെ എങ്ങനെ അറിയാതെ പറയുന്നതോ ഇല്ല അറിയാതെ തെറ്റ് പറയുന്നതാണ്, അറിയാണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ എനിക്കറിയില്ല, ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും വലിയൊരു പ്രശ്നം ബാക്കിൽ ഇനി വരാൻ പോകുന്നതാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ പറയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ടോക്കായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അതാണ് പിന്നീട് വലിയ വലിയ കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്യുന്നതും പിന്നെ എല്ലാവരും കൂടെ എന്നെ അങ്ങനെ ക്രൂശിക്കാൻ തുടങ്ങും. പിന്നെ എന്താ അറിയില്ല, ജാസി പറഞ്ഞാൽ അത് പെട്ടെന്ന് ആൾക്കാരെ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വായന എന്തെങ്കിലും വീഴാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എനിക്കറിയില്ല അതെന്താന്ന്. പബ്ലിസിറ്റി നല്ലതായാലും മോശമായാലും പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി. അതെ, ഓക്കെ. സോ ഈ പബ്ലിസിറ്റി എന്തിനാ? നിനക്ക് സിനിമയിൽ നടിക്കാനാ? എനിക്ക് ഒരു ഡ്രീമാണ് സിനിമ. എൻ്റെ ഒരു ഡ്രീം ഉള്ളൊരു സംഭവം തന്നെയാണ്. എനിക്ക് നന്നായിട്ട് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ നല്ല എന്നെ ഓർക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അതിനപ്പുറം എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എനിക്ക് എൻ്റേതുള്ള കുറച്ച് കഴിവുകൾ പുറത്ത് കാണിക്കണം. എൻ്റെ റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോസിലാണെങ്കിലും അങ്ങനെയൊക്കെ എനിക്ക് കാണിക്കണം. ഞാൻ എന്താണെന്നുള്ളത് അറിയണം. കാരണം ഞാൻ എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല, എന്നെ കളിയാക്കില്ല, അല്ലെങ്കിൽ എന്നെ മിസ്ജെൻഡർ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് അറിയിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആര് അറിയുന്നു നീ വിചാരിക്കുന്നു? എന്നെ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മീഡിയയിൽ ഈ സോഷ്യലിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്നെ അറിയാത്തവരുണ്ടാവും കുറേ. ഇപ്പോൾ ജാസി എന്താണ് എന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എന്നെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ പറ്റി പറയുന്നതും. ജാസിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അല്ലെങ്കിൽ ജാസി വന്ന വഴികൾ എന്താണെന്നൊന്നും അറിയാത്തവരാണ് എന്നെ പറ്റി ഇങ്ങനെ ഓരോന്ന് കുറ്റം പറയുന്നതും എന്നെ പറ്റി വീഡിയോസ് ഇടുന്നതും. ഇപ്പോഴും പറയുന്നത് ഞാൻ പെണ്ണല്ല, ഞാൻ ആണ് തന്നെയാണെന്നൊക്കെ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ എനിക്കറിയില്ല അതെന്താണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാനാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞവരെ ഒരിക്കലും എന്നെ മാറ്റി നിർത്തില്ല അല്ലെങ്കിൽ കളിയാക്കില്ല എന്നൊരു ഉള്ളിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അതിനുവേണ്ടി എല്ലാവർക്കും നീ എന്താണ് എന്റെ വീഡിയോസ് അതുകൊണ്ടാണ് നീ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ. നീ ഫുൾ ട്രാൻസ്ഫോം ആയല്ലേ? ഇപ്പൊ ഫുൾ ആയിട്ടില്ല. ഇപ്പൊ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫുൾ ആയിട്ടില്ല. സോ അതുകൊണ്ടാണോ അവരൊക്കെ അങ്ങനെ? എനിക്കല്ലാതെ. ശരി, നീ എന്തിനാ ഇനി ഫുൾ ആയിട്ടില്ല എന്ന് പറയുന്നത്? ഞാൻ ട്രാൻസ്ഫോം ആയെന്ന് പറഞ്ഞാൽ പോരെ? എനിക്ക് എന്താ പേഴ്സണലി അങ്ങനെ പറയാൻ താല്പര്യം. നമ്മൾ എല്ലാം ആയതിന് ശേഷം പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിലാണെന്ന് പറയുന്നത് ഒരു തെറ്റില്ലല്ലോ. പിന്നെ ചില ആൾക്കാരെ ഒരു വിശ്വാസമുണ്ട്, ഇപ്പോൾ ട്രാൻസ് ഗേൾ ആവണം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ ഫുള്ള് സർജറി ചെയ്യണം, എല്ലാ സർജറി ചെയ്താൽ മാത്രമേ ആ കുട്ടി ട്രാൻസ്ജെൻഡർ ആവുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് നമ്മൾ സ്വന്തം തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഐഡന്റിറ്റിയാണ്. അയാളെ നമ്മൾ അങ്ങനെ അതായിട്ട് അംഗീകരിക്കണം. അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് പല ആൾക്കാർക്കും ഇപ്പം ഇല്ല. അല്ലെങ്കിൽ പലവരും അത് ഉണ്ടായിട്ട് പോലും സമൂഹത്തിന് മുമ്പിൽ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ഈ സംസാരിക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, നമ്മൾ ട്രോളുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ട്രോളുന്ന ഒരാൾ ഇപ്പം അടുത്തും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസി ആണാണ്. അവൻ ദുബായ് വന്നപ്പോൾ ആണായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഓൻ പെണ്ണായത്, അല്ലെങ്കിൽ ഓനിപ്പോൾ എങ്ങനെ പെണ്ണായത്? ഇയാളിനെയാണ് ഒരു കുറേ മുമ്പ് പറഞ്ഞത് ഒന്നെങ്കിൽ ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം, ഇതിന് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കാൻ പാടില്ല എന്ന്. അപ്പം ഞാൻ ഓക്കെ ഫൈൻ, എൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ ഒപ്പം മരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഒന്നുകൂടി തുറന്ന് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാം, പക്ഷെ അത് തുറന്ന് പറയാൻ അല്ലെങ്കിൽ വീട്ടിൽ പറയാനൊക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം മരണപ്പെട്ടതിന് ശേഷമാണ്
ഞാൻ എൻ്റെ ഐഡന്റിറ്റി തുറന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഫീലിങ്സ്. ഫീലിങ്സ് എന്നുള്ളത് പറഞ്ഞ് ഞാൻ സമൂഹത്തിലേക്ക് വന്നത്. അപ്പോഴും എന്നെ ഈ ട്രോളുന്ന ഈ വ്യക്തി പറയാണ്, അല്ല അവൻ എങ്ങനെ പെണ്ണാവും, അവൻ ഇവിടെ ദുബായിലാണല്ലായിരുന്നോ, അപ്പോൾ അവൻ ഇപ്പോൾ ആണല്ലേ, അവന് എങ്ങനെ പെണ്ണാവല്, അവൻ ജനിച്ചത് ആണായിട്ടല്ലേ, അവൻ എങ്ങനെ അങ്ങനെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പൊ അത് നമ്മൾ ഇപ്പൊ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പോ അവർക്ക് വേണ്ടിയാണോ നീ സർജറി ചെയ്യാൻ പോകുന്നത്? അല്ല, ഒരിക്കലും അല്ല. അല്ല ഞാൻ എനിക്കിപ്പോൾ എൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തതും അല്ലെങ്കിൽ ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതൊക്കെ എനിക്ക് എൻ്റെതായിട്ടുള്ള, കാരണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ, എനിക്ക് എന്നെ ഒരു നല്ല ഇതായിട്ട് കാണണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാണ് ഞാൻ. അല്ലെങ്കിൽ വേറൊരാൾ എന്നോട് നീ എന്താണ് സർജറി ചെയ്യണം, അല്ലെങ്കിൽ നീ ഡൗൺ സർജറി ചെയ്യണം, അല്ലെങ്കിൽ നീ വേറെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് ആ ഒരു ഇത് ഞാൻ നന്നായിട്ട് നോക്കി പഠിച്ച് എനിക്കത് ഓക്കെ ആണ്, അല്ലെങ്കിൽ എൻ്റെ ബോഡി അത് അക്സെപ്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്നെ ആണ് എന്ന് പറഞ്ഞാലും എനിക്കത് വിഷമമൊന്നുള്ള കാര്യമില്ല. കാരണം എനിക്കറിയാലോ ഞാൻ എന്താണെന്നുള്ളത്, എനിക്ക് എൻ്റെ ആശിക്കും അറിയാം. പിന്നെ ഞാനത് വേറെ ആൾക്കാർക്ക്, പക്ഷെ എനിക്ക് ഇന്നലെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും വേദന സഹിച്ച് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ മിസ്ജെൻഡർ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണ് ഈ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ മാക്സിമം ട്രാൻസിനെ അവർ ഏൽക്കുന്നില്ല. സോ ദാറ്റ്സ് ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. നമ്മ മാറി ഇരുന്നാൽ മതി. അതെ, ഇപ്പോഴും പല സ്ഥലത്തും പറയും അക്സെപ്റ്റേഷൻ കിട്ടി വരുന്നുണ്ട്, എന്താണ് ട്രാൻസിനെ കുറേ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, ഉണ്ട്, ചിലവരൊക്കെ ഉണ്ട്, ഇല്ലാന്നേ പറയുന്നില്ല. പക്ഷെ എന്നാലും പൊതുവേ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത്. എത്രയൊക്കെ അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാലും എത്രയൊക്കെ നമ്മളെ അക്സെപ്റ്റേഷൻ. നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തു? എൻ്റെ ഫാമിലിയിലും ഇപ്പോൾ ഓൾറെഡി അറിയാമല്ലോ, ഇപ്പോൾ ആഷിയുടെ ഉമ്മാൻ്റെ ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ. ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ ഉമ്മയും അക്സെപ്റ്റ് ഇല്ല. കാരണം അത് ഉമ്മമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറം ഏരിയയിലൊക്കെ ആകുമ്പോൾ ഈ ട്രാൻസ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും എല്ലാം ഭയങ്കര മുസ്ലിം മതം പോലെ തന്നെ നിസ്കാരം, ഓത്ത്, തഹജ്ജുദ് നിസ്കാരം, അങ്ങനെ എല്ലാവരും ഇപ്പം ആഷിയുടെ ഉമ്മയാണെങ്കിൽ എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇങ്ങനെ ആണും റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ പെണ്ണും അറിയില്ല. അത് ഭയങ്കര തെറ്റാണല്ലോ. അപ്പം അത് ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇത് എൻ്റെ ഉമ്മ ഭയങ്കര എതിർപ്പായിരുന്നു എൻ്റെ ആഷിയുടെയും റിലേഷനിൽ. എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനും ആഷിയും ദുബായിലേക്ക് ഉമ്മാനെ ഒരു വട്ടം കൊണ്ടുപോയി, എൻ്റെ ഉമ്മാനെ. ആ സമയത്ത് ഉമ്മ അവിടെ വന്ന് ഉമ്മ കണ്ടു ഞങ്ങളെ സ്നേഹം എങ്ങനെയാണെങ്കിലും ഞങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉള്ളത് എന്നുള്ളത് ഉമ്മ കണ്ടപ്പോഴാണ് പിന്നെ എൻ്റെ ഉമ്മ കുറച്ചുകൂടെയൊക്കെ അക്സെപ്റ്റ് ആയി തുടങ്ങിയത് ഞങ്ങളുടെ റിലേഷനിൽ. ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ആഷിയുടെ ഉമ്മാക്ക് അറിയില്ല. ഞാൻ ഉമ്മാനെ ഒരിക്കലും കുറ്റം പറയല്ല, എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ഒരു ഉമ്മനെയായിരിക്കും അത്. പക്ഷെ ഉമ്മാക്ക് ഈ എത്തിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഉമ്മാൻ്റെ മൈൻഡിലേക്ക് നിങ്ങളെ മോനെ ഇങ്ങനെ ഒരു ആണിനെ കല്യാണം കഴിച്ചിക്കുക, അപ്പം നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളെ ഖബറിലേക്കും ആ ഒരു ഇത് വരത്തില്ലേ, നിങ്ങൾ അവനെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്ക് ഇങ്ങനെ വിഷം കൊടുക്കാൻ. വിഷമില്ല, അത് ആരായെങ്കിലും പറയുമല്ലോ. ഇപ്പം എനിക്കൊരു കുട്ടി ഇങ്ങനെ ആയിരുന്നാൽ എൻ്റെ മോന് പോയാലേ ഇപ്പം എനിക്ക് എൻ്റെ ജനറേഷൻ വേണമല്ലേ,